നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പ്രോബ്ലം ചെയ്താലോ? ബേസിക് ക്വസ്റ്റ്യൻ ചെയ്യല്ലേ? ഓക്കെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് സോൾഡ് ഗുഡ്സ് ക്രെഡിറ്റ് ഫസ്റ്റ് പരിപാടി സെയിൽ ചെയ്യണ്ട ആദ്യം അല്ലേ? സെയിൽ ചെയ്താലല്ലേ നടക്കുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എന്താ? സെയിൽ ചെയ്യുക. സ്റ്റേജ് 1 എന്ന് പറയും. എന്ത് പറയാം? സ്റ്റേജ് 1. സെയിൽ ചെയ്ത് അടുത്തൊരു പരിപാടി എന്താണ്? ഒരു 2 മാസത്തെ ബില്ല് പ്രിപ്പയർ ചെയ്യും. ആര്? സെല്ലർ. എന്നിട്ട് ആർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും? ബയ്യർക്ക്. എന്തിനു വേണ്ടി? അക്സെപ്റ്റൻസ്, വിച്ച് മീൻസ് ഒപ്പിടാൻ. എന്നതിന് ശേഷം ഒപ്പിടുക ആര്? ബയ്യർക്ക്. എന്നിട്ട് ആർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും? തിരിച്ച് സെല്ലർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അക്സെപ്റ്റ് ദ ആഫ്റ്റർ അക്സെപ്റ്റ് പുട്ട് സിഗ്നേച്ചർ. കണ്ടില്ലേ? റിട്ടേൺ ബാക്ക് ടു ആർക്ക്? സെല്ലർക്ക് കൊടുക്കും. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ ഏതാണ്? ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും? റിസീപ്റ്റ് ഓഫ് ക്യാഷ് ഓൺ മെച്യൂരിറ്റി ഡേറ്റ്. നമ്മുടെ എക്സാമ്പിളിൽ 1/4 അല്ലേ? അപ്പോൾ മെച്യൂരിറ്റി 4/6 വരും. എത്ര മാസത്തെ ബില്ലാ? 2 മാസത്തെ ബില്ല്. അപ്പോൾ കറക്റ്റ് തന്നെ അല്ലേ? 1, 2, 3 മാസം. ഓക്കെ അല്ലേ? ക്ലിയർ? തെറ്റിപ്പോയാ? ഓക്കെ, കറക്റ്റാണ്. ക്ലിയർ അല്ലേ? അത്രയൊക്കെ തന്നെ. ഇതാണ് അതിൻ്റെ ഒരു ഫ്ലോ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ബില്ല് സെയിൽ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? ബില്ല് ഡ്രോ ചെയ്തിട്ട് തിരിച്ചയക്കും. പിന്നെന്താണ്? മെച്യൂരിറ്റി ഡേറ്റിൽ എന്ത് ചെയ്യും? പരിപാടി തീർക്കും. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു എക്സാമ്പിളോട് പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ 2 എക്സാമ്പിളുകൾ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 ആളുകൾ പറയും. ഓക്കെ. അപ്പോൾ ഒന്നാമത്തേതാണ് ഒരു പണിയാണ്. എഴുതിക്കോളൂ. എഴുതൂ. ഇൻട്രൊഡക്ഷൻ പ്രോബ്ലം. ഇൻട്രൊഡക്ഷൻ പ്രോബ്ലം കേട്ടാ? സ്റ്റേജ് 1 എഴുത്. സ്റ്റേജ് 1. മിസ്റ്റർ കുട്ടപ്പൻ സോൾഡ് ഗുഡ്സ് ടു സുന്ദരി. കുട്ടപ്പൻ സോൾഡ് ഗുഡ്സ് ടു സുന്ദരി ഓൺ 5/5/2025. കുട്ടപ്പൻ വന്നില്ലേ? സോൾഡ് ഗുഡ്സ് ടു ആർക്കാം? സുന്ദരി. ഓൺ എന്ന 5 ഓക്കെ അല്ലേ? 4 rupees 20,000 20,000. അടുത്ത സ്റ്റേജ് 2. ഒരു പണിയുണ്ട്. ഞാൻ ഇതിൽ തന്നെയാണ് ചെയ്യാനുണ്ട്. വരയ്ക്കാം. പ്രശ്നം തീർന്നില്ലേ? നിങ്ങളും ഇങ്ങനെ വരച്ചോട്ടാ. എവിടെയൊക്കെയാണ് നോക്കുക? ഒന്ന് നോക്കുകൊണ്ട് ഇൻ ദ ബുക്സ് ഓഫ് നമ്മൾ ഒരേ സമയം 2 പേരുടെ അക്കൗണ്ടൻ്റ് ആവണം. ഇൻ ദ ബുക്സ് ഓഫ് ആരൊക്കെയാണ് പറയും? കുട്ടപ്പൻ അല്ലേ? ഇവിടെ ഇൻ ദ ബുക്സ് ഓഫ് ആരാ? സുന്ദരി. ഓക്കെയാണോ? ആരാണ് കുട്ടപ്പൻ? സെല്ലറാണ്. വിൽക്കുന്ന ആളല്ലേ? സെല്ലർ എന്ന് പറയാം. അല്ലെങ്കിൽ ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡ്രോവർ അല്ലേ? ഇതാരാ? സുന്ദരി. പർച്ചേസർ അല്ലെങ്കിൽ ബയ്യർ. എന്താ? ഡ്രോവി എന്ന് വിളിക്കാം. ഫസ്റ്റ് എൻട്രി എന്താ? ഇയാൾക്ക് സെയിൽ ചെയ്യാണ് സുന്ദരിക്ക്. അപ്പോൾ എൻട്രി എന്താ? ഫസ്റ്റ് എൻട്രി സുന്ദരി അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. എമൗണ്ട് എത്രയാ? 20,000. അപ്പുറത്തെ ഏതാ എൻട്രി? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഈ ആരിൽ നിന്നാ പർച്ചേസ് ചെയ്യുന്നത്? നിങ്ങൾ എഴുതണ്ട, സ്റ്റോപ്പ് ചെയ്യും. ടു ആരാ? കുട്ടപ്പൻ. എമൗണ്ട് എത്രയാ? 20,000. ക്ലിയർ അല്ലേ?
സ്റ്റോപ്പ് ഞാൻ അത് കഴിഞ്ഞിട്ട് സമയം തരാം. ഇതിൽ ഞാൻ വേറെ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ നൽകേണ്ടതുണ്ടോ ഈ എൻട്രിയിൽ? രണ്ടാമത്തെ സ്റ്റേജ് ഇവിടെ എഴുതാണ്, ശ്രദ്ധിക്കുക. എന്താ നിങ്ങൾ പറയും, ആരാ ബില്ല് ഡ്രോ ചെയ്യുക? എ ബിൽ വാസ് ഡ്രോൺ ബൈ ആരാ കുട്ടപ്പൻ. എന്നിട്ട് കുട്ടപ്പൻ എന്ത് ചെയ്തു? സെൻഡ് ടു ആർക്ക് സെൻഡ് ചെയ്ത്? സുന്ദരി. എന്നിട്ട് എന്ത് ചെയ്തു? സുന്ദരി അക്സെപ്റ്റഡ് ആൻഡ് എന്ത് ചെയ്ത്? റിട്ടേൺ ബാക്ക്. എൻ്റെ മക്കള് അല്ലേ? അല്ല അങ്ങനെ വിളിക്കാലോ, തെറ്റില്ലല്ലോ, അവരാനല്ലേ പറയണ്ടില്ല. നായിൻ്റെ മക്കൾ എന്ന് വിളിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുമോ? ഡാ ശ്രദ്ധിക്കും. ഈ ബില്ല് എന്താണ്? ഈ ബില്ല് അസറ്റാണ്. ആർക്ക്? 4:30 ആയില്ലടാ. എന്നിട്ട് ക്ലാസ് എന്താണാ വിടാത്ത പറഞ്ഞോണ്ട് ആടാ നിങ്ങൾ പറഞ്ഞു ഇതാക്കിയ ശബരി ഈ പറഞ്ഞ് ഏൽപ്പിച്ചാടാ. നോക്ക്, ഞാൻ ഇപ്പോൾ വിടാടാ ശബരി. ഇത് 2 എൻട്രി ഉള്ളു. സുന്ദരൻ ആരാ? അസറ്റല്ലേ? അസറ്റല്ലേ? ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരസറ്റ് കുറഞ്ഞ് മറ്റൊരസറ്റ് കൂടും. അതാണ് സംഭവം. ഞാൻ പറഞ്ഞു കുട്ടപ്പന് ഇത് ബിൽസ് റിസീവബിൾ അല്ലേ? അപ്പോൾ എൻട്രി ശ്രദ്ധിച്ചോട്ടാ. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ആരാ? സുന്ദരിയാണല്ലേ? സുന്ദരനല്ല, അതങ്ങൾ ചിരിച്ച്. ഓക്കെ, എമൗണ്ട് എത്രയാ? 20,000. നല്ല രസമല്ല? ഞാനും നോക്കിയിട്ട് ഓടിയിട്ട് കാറിന് കയറേണ്ടി വരും. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു സുന്ദരി. എത്ര എമൗണ്ട്? 20,000. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ നിങ്ങൾ ആലോചിക്കണം, സുന്ദരി ആരായിരുന്നു? അസറ്റ് അല്ലേ? ഡെപ്റ്റർ അല്ലേ? കുട്ടപ്പൻ ആരാണ്? അവർ ക്രെഡിറ്റർ. അപ്പോൾ ഈ സുന്ദരൻ എന്ന ഡെപ്റ്റർ എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. മറ്റൊരു അസറ്റ് എന്ത് ചെയ്തു? കൂടി. അപ്പോൾ ഒരസറ്റ് കൂടി, ഒരസറ്റ് എന്ത് ചെയ്ത്? കുറഞ്ഞു. കുഴപ്പമില്ലല്ലോ? ഓക്കെ. തൊട്ടപ്പുറത്ത് ഇതേപോലെ ഈ സുന്ദരിയെ സംബന്ധിച്ചിടത്തോളം ബിൽസ് പേബിൾ ഒരു ലയബിലിറ്റി അല്ലേ? അപ്പോൾ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. 2 ബിൽസ് പേബിൾ. ഓക്കെ അല്ലേ? ഏതാ? കുട്ടപ്പൻ പോയി. കണ്ടാ, ഒരു ലയബിലിറ്റി കുറഞ്ഞ് മറ്റൊരു ലയബിലിറ്റി എന്ത് ചെയ്ത്? കൂടി. ഓക്കെ. സ്റ്റേജ് ഏതാ? ലാസ്റ്റ് സ്റ്റേജ് ഏതാ? 3. ബിൽ മെറ്റ് ബൈ ആരെ മെറ്റ് ചെയ്യേണ്ടത്? സുന്ദരി അല്ലേ മെറ്റ് ചെയ്യണ്ടേ? ഇതിന് പറയുന്നൊരു പേരുണ്ട്, ഹോണേഡ് എന്നാണ് പറയാം. ഡിസ്ഹോണേഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ചെക്കിൻ്റെ നമ്മൾ ചെയ്തില്ലേ, അത് ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. ബില്ല് അടക്കാതിരുന്ന എന്ത് പറയും? ഡിസ്ഹോണേഡ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, സാധാരണ കുട്ടപ്പനെ സംബന്ധിച്ചിടത്തോളം ആരിൽ നിന്ന് പൈസ കിട്ടേണ്ടതായിട്ടുണ്ട്? സുന്ദരിയുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടുമ്പോൾ, ഡെപ്റ്ററുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടുമ്പോൾ എൻട്രി എന്താടാ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആരാണ്? സുന്ദരി അല്ലേ? പക്ഷെ ഇപ്പോൾ സുന്ദരി എഴുതണ്ട, സുന്ദരിക്ക് പകരം ആരാളുള്ളത്? ബിൽസ് റിസീവബിൾ. അപ്പോൾ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. അപ്പോൾ അപ്പുറത്ത് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്താ? ബിൽസ് പേബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. എമൗണ്ട് എത്രയാണ്? 20,000. രസം കേൾക്കണം അതിൽ. ഇതിൻ്റെ നെറ്റ് എൻട്രി എങ്ങനെ എഴുതണോ വെച്ചാൽ വേണ്ട, പക്ഷെ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ നെറ്റ് എൻട്രി. അതും കൂടെ ഞങ്ങൾ എഴുതി വെക്കുന്നത് നന്നായിരിക്കും. എന്താ പറയും? ഫസ്റ്റ് സുന്ദരനെ ഡെബിറ്റ് ചെയ്ത് ക്രെഡിറ്റ് ചെയ്ത്. അപ്പോൾ സുന്ദരിനെ കട്ട് ചെയ്തില്ലേ? ബിൽസ് റിസീവബിളിനെ ഡെബിറ്റ് ചെയ്ത് വീണ്ടും എന്ത് ചെയ്ത്? ക്രെഡിറ്റ് ചെയ്ത്. അപ്പോൾ ലാസ്റ്റ് ഇവിടെ ആരും മാത്രമേ ഉള്ളൂ? ക്യാഷും സെയിൽസും. അപ്പോൾ എൻട്രി എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. പക്ഷെ പൈസ അപ്പം എല്ലാം കിട്ടിയുള്ളൂ, അതുകൊണ്ട് എൻട്രി എഴുതാൻ പറ്റില്ല, കുറേ ഘട്ടമുണ്ട്. അപ്പോൾ ഡെപ്റ്റർ മാറ്റി ബിൽസ് റിസീവബിൾ ആക്കുന്നതുകൊണ്ട് ആരും ഒന്നുകൂടെ കംഫർട്ടാവും, കുട്ടപ്പൻ ഒന്നുകൂടെ എന്താവും? കംഫർട്ടാവും. പൈസ കിട്ടിയില്ലെങ്കിൽ ലീഗലി മൂവ് ചെയ്യാൻ ഒന്നുകൂടെ എളുപ്പമാണ്.
ഇനി അതേപോലെ ഇവിടുത്തെ എൻട്രി എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കൂ. പർച്ചേസിൽ കുട്ടപ്പനെ വെട്ടിക്കളഞ്ഞു, ബിൽസ് പേബിളിനെ വെട്ടിക്കളഞ്ഞു. അപ്പോൾ എൻട്രി എന്താ? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? ക്യാഷ്. ക്ലിയർ അല്ലേ? പറയേണ്ട ആവശ്യമില്ലല്ലോ, സിമ്പിൾ സാധനമല്ലേ? ഓക്കെ.